നമ്മുടെ സുഖസൗകര്യങ്ങളിൽ കഴിയുമ്പോൾ ജീവിതം ചിലപ്പോൾ സുരക്ഷിതവും എളുപ്പവുമാണെന്ന് തോന്നും. നമുക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അപകട സാധ്യതകൾ ഒഴിവാക്കുന്നു. എന്നാൽ ദൈവം പലപ്പോഴും നമ്മെ പുറത്തേക്കിറങ്ങാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അപരിചിതമായ സാഹചര്യങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കാനും വിളിക്കുന്നു. സുഖകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകുമ്പോഴാണ് വളർച്ച സംഭവിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന ആളുകളുടെ നിരവധി ഉദാഹരണങ്ങൾ ബൈബിളിൽ നമുക്ക് നൽകുന്നു. ദൈവം അബ്രഹാമിനോട് ഒരു പുതിയ യാത്ര ആരംഭിക്കാൻ പറഞ്ഞതിനാലാണ് അബ്രഹാം തന്റെ വീട് വിട്ടത്. യേശുവിനെ അനുഗമിക്കാൻ ശിഷ്യന്മാർ മത്സ്യബന്ധന വലകൾ ഉപേക്ഷിച്ചു. നാം ദൈവത്തിന്റെ പാത പിന്തുടരുമ്പോൾ ആദ്യം നമുക്ക് ഭയം തോന്നിയേക്കാം, പക്ഷെ ദൈവം നമുക്ക് ആവശ്യമായ ധൈര്യം നൽകുന്നു. പ്രോത്സാഹനജനമായ ഒരു വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അജ്ഞാതമായ സ്ഥലങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ പോലും ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന് ശക്തീകരിക്കുകയും ചെയ്യും എന്നാണ്. ചിലപ്പോൾ പുതിയ അവസരങ്ങളോ മാറ്റങ്ങളോ ഭയപ്പെടുത്തുന്നതായി തോന്നും. എന്നാൽ സുരക്ഷിതമെന്ന് തോന്നുന്നിടത്ത് നമ്മൾ താമസിച്ചാൽ ദൈവം ആസൂത്രണം ചെയ്ത വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമായേക്കാം. ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ കംഫോർട്ട് സോൺ വിടുന്നത് വളർച്ചയിലേക്കും ആത്മവിശ്വാസത്തിലേക്കും പുതിയ അനുഭവങ്ങളിലേക്കും നയിച്ചേക്കാം. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങൾക്ക് പേടി തോന്നുന്ന ഒരു ചുവടുവയ്പ് എടുക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാണെന്നറിയുക. ധൈര്യത്തിനായി പ്രാർത്ഥിക്കുക. ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഓർമ്മിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ചെറിയ ചുവടുവയ്പ് നടത്തുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.